ചേർത്തല കിഴക്കേ NSS കരയോഗം 88-ാം നമ്പർ ബൂത്തിലും താമര തന്നെയാണ് പ്രശ്നം. ട്രയൽ നടത്തിയപ്പോൾ ചെയ്ത വോട്ടെല്ലാം വീണത് താമര ചിഹ്നത്തിലാണ്. LDF പ്രവർത്തകർ പ്രതിഷേധിച്ചതിനെ തുടർന്ന് വോട്ടിംഗ് യന്ത്രം മാറ്റി. വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് പോളിംഗ് കൈപ്പത്തിയിൽ വോട്ട് ചെയ്യുമ്പോൾ താമര ചിഹ്നം തെളിയുന്നുവെന്നാണ് പരക്കെയുള്ള പരാതി അടിസ്ഥാനരഹിതമാണെന്ന് പരിശോധനയ്ക്ക് ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. എന്തായാലും എല്ലായിടത്തും വോട്ടിംഗ് യന്ത്രം വലിയ രീതിയിൽ പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മുന്നണികളെക്കാൾ താരം വോട്ടിംഗ് യന്ത്രം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കൈപ്പത്തിയിൽ കുത്തുമ്പോൾ താമരയ്ക്ക് പോകുന്നത്. അത് വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാറ് തന്നെയാണോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാം. അതേസമയം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ഏകാദി, മംഗലം, കോന്നി എന്നിവിടങ്ങളിലെ ബൂത്തുകളിൽ വോട്ട് രേഖപ്പെടുത്താൻ ബാലറ്റ് യൂണിറ്റിൽ താമര ചിഹ്നം കാണാനില്ലെന്ന പരാതിയും ഉയർന്നിരുന്നു. ഇവിടെയും പോളിംഗ് നിർത്തിവെച്ച് തകരാർ പരിശോധിച്ചു വരികയാണ്. തകരാറുകളെ തുടർന്ന് ഇവിടങ്ങളിലെല്ലാം പോളിംഗ് നിർത്തിവെക്കേണ്ടി വന്നത് വോട്ടർമാരെ തന്നെ ദുരിതത്തിലാക്കിയിട്ടുണ്ട്. ഏറെ നേരം കാത്തുനിന്ന ചില വോട്ടർമാർ വോട്ട് ചെയ്യാതെ മടങ്ങി. മെഷീനുകളുടെ തകരാർ പാർട്ടി പ്രവർത്തകരുടെ പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട്. എന്നാൽ കോവളം നിയമസഭാ മണ്ഡലത്തിലെ ചൊവ്വര 151-ാം നമ്പർ ബൂത്തിൽ വോട്ടിംഗ് യന്ത്രത്തിൽ ഗുരുതര പിഴവുണ്ടെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ വാസുകി തന്നെ രംഗത്തെത്തി അറിയിച്ചിരുന്നു. ഒരു സ്ഥാനാർത്ഥി വോട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് പോകുന്നത്? അത് സാങ്കേതികമായി തന്നെ അസാധ്യമാണ് എന്നാണ് വാസുകി പറയുന്നത്. എന്തായാലും തടസ്സമില്ലാതെ വോട്ടെടുപ്പ് നടക്കുന്നതായും കളക്ടർ അറിയിച്ചിട്ടുണ്ട്. വോട്ടിംഗ് യന്ത്രത്തിലെ പിഴവ് അസാധ്യമാണെന്നും ഇക്കാര്യം ജില്ലാ കളക്ടർ പരിശോധിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ആലപ്പുഴയിലെ ചേർത്തലയിലും തിരുവനന്തപുരത്തെ കോവളത്തും കൈക്ക് കുത്തുമ്പോൾ താമരയ്ക്കാണ് വോട്ട് പോകുന്നത് എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ തിരുവനന്തപുരത്ത് ആ വാർത്തകളൊക്കെ അടിസ്ഥാനരഹിതമാണെന്ന് കളക്ടർ വാസുകി തന്നെ റിപ്പോർട്ടുകൾ തന്നിരിക്കുന്നു. ചേർത്തലയിൽ ഇപ്പോൾ LDF പ്രതിഷേധത്തിലാണ്. അവിടെയും കൈപ്പത്തിക്ക് കുത്തുമ്പോൾ താമരയ്ക്കാണ്. വോട്ടിംഗ് യന്ത്രത്തിൽ മാരക തകരാറുകളുണ്ട്. ഇന്ന് പല ഭാഗത്തും പോളിംഗ് ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രത്തിന് തകരാറുകൾ പല ഭാഗത്തും റിപ്പോർട്ടുകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുരേന്ദ്രൻ രംഗത്തെത്തുന്നത്. പത്തനംതിട്ടയിൽ താമരയ്ക്ക് കുത്തുന്ന വോട്ടൊന്നും കിട്ടുന്നില്ല, വോട്ട് മാറിപ്പോകുന്നു, യന്ത്രത്തിന് തകരാറുകൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള തരത്തിൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.